വിഷ്വൽ റേഡിയോ എന്ന നൂതന ആശയത്തിന്റെ സാക്ഷാത്കാര നിറവിൽ റേഡിയോ മീഡിയ വില്ലേജ് പ്രക്ഷേപണത്തിന്റെ 14ാം വർഷത്തിലേക്ക്. ഇനി കണ്ടും കേട്ടുമിരിക്കാം എന്ന ടാഗ് ലൈനോടെ 2024 മുതൽ റേഡിയോ പരിപാടികൾ ദൃശ്യരൂപത്തിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടാക്കിയെന്ന് ഡയറക്ടർ ഫാദർ ജോഫി പുതുപ്പറമ്പ് സൺഡേ ശാലോം ഓൺലൈനോട് പറഞ്ഞു. 2012 ഫെബ്രുവരി 10 ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് 90.8 റേഡിയോ മീഡിയ വില്ലേജ് ആരംഭം കുറിക്കുന്നത്. അഭിവന്ദ്യനായ മാർ ജോസഫ് പൗത്തിൽ പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് 90.8 റേഡിയോ മീഡിയ വില്ലേജ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അന്ന് ചങ്ങനാശ്ശേരിയുടെ മെത്രാപ്പൊലീത്തയായിരുന്ന അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ് ഇതിനുവേണ്ടി എല്ലാ നേതൃത്വവും നൽകിയത്. മീഡിയ വില്ലേജ് ചങ്ങനാശ്ശേരിയിൽ ചെയ്യുന്ന സേവനങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ അനുസ്മരിക്കേണ്ടതുണ്ട്. മീഡിയ വില്ലേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായിട്ടാണ് 90.8 റേഡിയോ മീഡിയ വില്ലേജ് ജന്മമെടുക്കുന്നത്. അത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മാധ്യമ പ്രേക്ഷിത വകുപ്പിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മീഡിയ വില്ലേജും പിന്നീട് 90.8 റേഡിയോ മീഡിയ വില്ലേജും ആരംഭിക്കുന്നത്. അന്ന് ചങ്ങനാശ്ശേരിയിൽ മീഡിയ വില്ലേജിന് നേതൃത്വം കൊടുത്തിരുന്നത് പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അച്ഛനും പ്രിയപ്പെട്ട ആന്റണി ഏത്തക്കാട്ടച്ഛനും ഒക്കെയാണ്. അവരുടെ നേതൃത്വം 90.8 റേഡിയോ മീഡിയ വില്ലേജിന് വളർച്ചയ്ക്ക് കാരണമായി എന്നതിൽ യാതൊരു വിധത്തിലുമുള്ള സംശയമില്ല. അവർ കൊടുത്ത വഴിയിലൂടെ പിന്നീട് ഇതിന് നേതൃത്വം കൊടുത്ത ഓരോരുത്തരും നടക്കുക മാത്രമാണ് ചെയ്തത്. അത് വളർന്ന് ഇന്ന് 13 വർഷം പൂർത്തിയായി 14ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ സന്തോഷവും ആനന്ദവും ഈ അവസരത്തിൽ എല്ലാവരുമായി അറിയിക്കാൻ എനിക്കുണ്ട്. കാരണം 13 വർഷം പൂർത്തിയാക്കി 14ാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒരു കമ്മ്യൂണിറ്റി റേഡിയോ എന്ന നിലയിൽ ഇത് തൊട്ടടുത്ത ഒരു ചരിത്രം കുറിക്കുന്ന വിധത്തിൽ റേഡിയോയുടെ, കേരളത്തിലെ തന്നെ റേഡിയോയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ റേഡിയോയുടെ ചരിത്രത്തിൽ വിഷ്വൽ റേഡിയോ എന്ന ആശയത്തിലേക്ക് 90.8 റേഡിയോ മീഡിയ വില്ലേജ് വളർന്നിരിക്കുകയാണ്. അപ്പോൾ 14ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റേഡിയോ ചരിത്രത്തിൽ 90.8 റേഡിയോയുടെ ചരിത്രത്തിലും കമ്മ്യൂണിറ്റി റേഡിയോയുടെ, കേരളത്തിലെ കമ്മ്യൂണിറ്റി റേഡിയോയുടെ ചരിത്രത്തിലും ആദ്യമായി വിഷ്വൽ ഫോർമാറ്റ്, അതായത് ഇനി കേൾവിക്കൊപ്പം കാഴ്ചയും എന്ന ഒരു തീമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വിഷ്വൽ ലാംഗ്വേജിലേക്ക് കൂടി റേഡിയോ വളരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വളരെ ആവേശത്തോടെയാണ് കേൾവിക്കാരും അതോടൊപ്പം തന്നെ പ്രേക്ഷകരും സ്വീകരിച്ചത് എന്നതിൽ യാതൊരു വിധത്തിലുമുള്ള സംശയമില്ല. കാരണം അത്രയേറെ ആളുകൾ 90.8 റേഡിയോ മീഡിയ വില്ലേജിനെ അറിഞ്ഞിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്, റേഡിയോടൊപ്പം ആയിത്തീർന്നിട്ടുമുണ്ട്. ഞാൻ റേഡിയോയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഈ വാർഷിക വേളയിൽ ആദ്യം കടന്നു വരുന്നത്, കമ്മ്യൂണിറ്റി റേഡിയോയുടെ ഇന്ത്യയിലെ തന്നെ ചരിത്രത്തിൽ ഒരിടത്തും കാണാത്ത ഒരു പ്രത്യേകതയാണ് റേഡിയോ എന്ന സംവിധാനത്തിലൂടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ ആവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം അത് കാരുണ്യത്തിൻ്റെ മുഖമാണ്. എത്രയോ ആളുകൾക്കാണ് റേഡിയോ ഒരു ആശ്രയമായി മാറിയത്. അതുകൊണ്ട് തന്നെ റേഡിയോ 2012 ആരംഭിച്ച് പിന്നീട് അതിൻ്റെ വളർച്ചയിൽ റേഡിയോയ്ക്കൊപ്പം ചാരിറ്റി വേൾഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംവിധാനം അതിനോടൊപ്പം വളർന്നു വന്നു. അതിൽ നിന്നും പ്രത്യാശ എന്ന് പറയുന്ന വലിയൊരു സംവിധാനം വളർന്നു വന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് പ്രിയപ്പെട്ട പുന്നശ്ശേരി അച്ഛനും ഏത്തക്കാട്ടച്ഛനുമാണ് എന്ന് സ്മരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിലൂടെ എത്രയോ പാവപ്പെട്ട ആളുകൾക്കാണ് ആശ്രയമായി മാറിയത്. കേരള ചരിത്രത്തിൽ തന്നെ കരൾ രോഗികൾക്ക് വേണ്ട ചികിത്സാ സഹായം നൽകുന്ന വലിയൊരു വേദിയായി പ്രത്യാശ വളർന്നു എന്നത് അഭിമാനത്തോടെ ഈ അവസരത്തിൽ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം രണ്ടാമതായി 90.8 റേഡിയോ മീഡിയ വില്ലേജിനെ സ്മരിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, 7 നാഷണൽ അവാർഡുകൾ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ എന്ന നിലയിൽ 90.8 റേഡിയോ മീഡിയ വില്ലേജിന് ലഭിച്ചു എന്നത് സന്തോഷകരമായ കാര്യമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് റേഡിയോയെ എപ്രകാരം മാതൃകാപരമായി കാണുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ് 7 വർഷങ്ങളിൽ അവാർഡുകൾ ലഭിച്ചു എന്നുള്ളത്. അതേ തുടർന്ന് രസകരമായ ഒരു കാര്യം, അതേ തുടർന്ന് അങ്ങോട്ട് കമ്മ്യൂണിറ്റി റേഡിയോകൾക്കുള്ള അവാർഡ് ദാനം പോലും തുടർച്ചയായിട്ടുള്ള ഭാവം മാറ്റി എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതായത്
3 വർഷം കഴിഞ്ഞ ശേഷമേ അവാർഡ് ലഭിച്ച ഒരു റേഡിയോയ്ക്ക് പിന്നീട് അവാർഡ് കൊടുക്കാനായിട്ട് അവർ നിയമം കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അതുകൊണ്ട് പിന്നീട് തുടർച്ചയായിട്ട് നമുക്ക് അവാർഡുകൾ ലഭിച്ചില്ല. പക്ഷേ 7 വർഷം തുടർച്ചയായി ലഭിച്ചു എന്നത് അഭിമാനകരമായ മറ്റൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ പേര് വിപിൻ രാജ്. ഞാൻ റേഡിയോ മീഡിയ വില്ലേജിൻ്റെ പ്രോഗ്രാം ഹെഡായിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മാധ്യമ പഠന കലാലയങ്ങളിൽ ഒന്നാണ് ചങ്ങനാശ്ശേരിയിലെ സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കോളേജിൽ പഠിച്ചിറങ്ങിയ ധാരാളം വിദ്യാർത്ഥികൾ ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ സ്തുത്യർഹമായ സേവനം ചെയ്ത് മുന്നേറുന്ന സന്തോഷകരമായ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് റേഡിയോ പ്രൊഡക്ഷനിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് മീഡിയ വില്ലേജിൻ്റെ അധികാരികൾ ഇത്തരത്തിലൊരു റേഡിയോ സ്റ്റേഷൻ ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചത്. സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൽ നിന്നും ഈ റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിച്ചിരിക്കുന്നത്. ശരിക്കും കോളേജിലാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിലും നമ്മുടെ നാടിനാകമാനം വലിയ നന്മകൾ വിതറി ഇന്നും ഈ റേഡിയോ സ്റ്റേഷൻ മുന്നേറുകയാണ്. വളരെ അഭിമാനത്തോടു കൂടി ഒരുപാട് പേർക്ക് നന്മയുടെ പ്രകാശം വിതറുവാൻ ഈ റേഡിയോ സ്റ്റേഷൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് ഈശ്വരാനുഗ്രഹമുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ മീഡിയ വില്ലേജ്. ഒരു സംഘം വൈദികരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അവരുടെ ആ വലിയ അനുഗ്രഹം, നന്മ നമ്മുടെ നാടിൽ മുഴുക്കെ ഈ റേഡിയോയിലൂടെ പരന്നൊഴുകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ആഘോഷവേളയിലേക്ക് ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു കമ്മ്യൂണിറ്റി റേഡിയോ എന്ന നിലയിൽ സാധാരണക്കാർക്ക് സ്വരമായി മാറുക എന്നുള്ളതാണ് റേഡിയോയുടെ ലക്ഷ്യം. ആപ്തവാക്യം അതുതന്നെയാണല്ലോ, സ്വരമില്ലാത്തവരുടെ സ്വരമായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഇടയിൽ ഒരു സ്റ്റുഡിയോയിൽ നിൽക്കുക മാത്രമല്ല, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് റേഡിയോയുടെ വലിയ ശ്രദ്ധയാണ്. അതുകൊണ്ട് ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് എത്രയോ കാരുണ്യ പ്രവർത്തികൾ റേഡിയോ ചെയ്തിട്ടുണ്ട്. പൊതുസമൂഹത്തെ ഒന്നിച്ചു ചേർത്ത് നിർത്തുന്ന അനേക പ്രവർത്തനങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നേതൃത്വം കൊടുക്കാൻ റേഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചങ്ങനാശ്ശേരി മെഗാ ഫെസ്റ്റ്, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ്, മതമൈത്രി ഘോഷയാത്ര. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് എത്രയോ ആളുകൾക്ക് ആശ്രയമായി മാറാൻ റേഡിയോയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വെള്ളപ്പൊക്കം എന്ന് പറയുക മറ്റ് മാധ്യമങ്ങളും ഒക്കെ അടയ്ക്കപ്പെട്ട സമയമായിരുന്നു. അവിടെ റേഡിയോ അനേകർക്ക് ആശ്രയമായി മാറി. വെള്ളപ്പൊക്കത്തിൽ വിഷമിക്കുന്ന ആളുകൾക്ക് വിളിച്ചു പറയാൻ ഒരു വേദിയായി റേഡിയോ സ്റ്റേഷൻ മാറി. അവർക്ക് ആശ്രയവും സഹായവും എത്തിക്കുന്ന വേദിയായി മാറാനും റേഡിയോയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ അനേകരെ, നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ അനേകരെ ഒന്നിപ്പിച്ചുകൊണ്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുവാനായിട്ട് റേഡിയോയ്ക്ക് കഴിയുന്നു എന്നുള്ളത് വളരെയേറെ അഭിമാനത്തോടെ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ജാതിമത ഭേദമന്യേ ആർക്കും കടന്നു വരാനായിട്ടുള്ളൊരു വേദിയായി റേഡിയോ മാറിയിട്ടുണ്ട്. നമ്മുടെ റേഡിയോ ആരംഭിക്കുമ്പോൾ തീർച്ചയായും ആ റേഡിയോയ്ക്ക് കൊടുത്ത ഒരു മുഖമുണ്ട്. ആ റേഡിയോയ്ക്ക് കൊടുത്ത മുഖം അത് ഒരു സമൂഹത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ എന്ന ഒരു മുഖമല്ല കൊടുത്തത്. തീർച്ചയായും ചങ്ങനാശ്ശേരി അതിരൂപതയാണ് ഈ 90.8 റേഡിയോ മീഡിയ വില്ലേജിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിലും പക്ഷേ ഈ വാതിൽ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ തുടക്കം മുതൽ ഇതിന് നേതൃത്വം കൊടുത്ത അഭിവന്യ പൗത്തിൽ പിതാവും പെരുന്തോട്ടം പിതാവും ബഹുമാനപ്പെട്ട പുന്നശ്ശേരി അച്ഛനും ഏത്തക്കാട്ടച്ഛനും ഒക്കെ കൊടുത്ത വലിയൊരു പാരമ്പര്യമാണ്. ഞാൻ പറയട്ടെ, 13 വർഷം പൂർത്തിയാകുമ്പോഴും 14ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ ഒരു പ്യൂരിറ്റി ചങ്ങനാശ്ശേരിയിൽ നിലനിർത്താനായി റേഡിയോയ്ക്ക് കഴിയുന്നു എന്നുള്ളത് വളരെയേറെ അഭിമാനമാണ്. അതുകൊണ്ട് റേഡിയോയുടെ കവാടം അതിലൂടെ പ്രവേശിക്കാനായിട്ട് ആർക്കും ഒരു തടസ്സവുമില്ല. പാവപ്പെട്ടവനും സമ്പത്തുള്ളവനും ഇല്ലാത്തവനും ഉള്ളവനും, അത് ആരും തമ്മിൽ വ്യത്യാസമില്ല. അതുപോലെ ഏത് മതസ്ഥനാണെങ്കിലും, ഏത് ആശയങ്ങൾ ഉള്ളവനാണെങ്കിലും, ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും, ഇവിടെ പാർട്ടിയുടെ വ്യത്യാസങ്ങളൊന്നുമില്ല. മനുഷ്യനെ മനുഷ്യനായി കാണാനും അവരെ പരസ്പരം സ്നേഹിക്കാനും അവരെ ഒന്നിച്ചു നിർത്താനും ഒന്നിപ്പിക്കാനുമുള്ള വേദിയായി 90.8 റേഡിയോ മീഡിയ വില്ലേജ് തുടരുന്നു. അത് 13 വർഷം പൂർത്തിയാക്കുന്നു, 14ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു റേഡിയോ ഇപ്രകാരം വളർന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച, ദീർഘവീക്ഷണം നൽകിയ, അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായം നൽകിയ ഒട്ടനവധി ആളുകളുണ്ട്. ഒരു റേഡിയോയ്ക്ക് സ്വന്തമായി സാമ്പത്തിക സാധ്യതയില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് നടക്കുന്നത്
ഉള്ളവർ സംഭാവന നൽകുന്നത് കൊണ്ടാണ്. അങ്ങനെ സംഭാവന നൽകിയ അനേകം ആളുകൾ ഇന്നും റേഡിയോയോട് ചേർന്നുണ്ട്. അവരെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു.